Hi, good evening, everyone. I was just recollecting my journey and my memories as a business owner and an entrepreneur. So, my memories, ഓർമ്മകൾ എന്നെ എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുപോയി. നമുക്കെല്ലാവർക്കും വളരെയധികം മധുരമേറിയ ഓർമ്മകൾ ഉള്ള ഒരു കാലഘട്ടമാണ് നമ്മളുടെ സ്കൂൾ കാലഘട്ടം. അത് നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ ഒരുപാട് വൈകി പിൻകാലത്താണ്. നമ്മളുടെ എല്ലാവരുടെയും സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മളുടെ ക്ലാസ്സുകളിൽ എല്ലാ വിഷയങ്ങളിലും നല്ല 90-99% മാർക്ക് നേടുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു സഹപാഠി നമുക്ക് ഉണ്ടായിരുന്നിരിക്കാം. എല്ലാ ടീച്ചർമാരുടെയും പെറ്റായ എല്ലാവരും വളരെയധികം വിജയങ്ങൾ കൈവരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി. എന്നാൽ പിൻകാലത്ത് ഇവര് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന ഒരു വിജയം അവർക്ക് കൈവരിക്കാൻ സാധിച്ചോ? തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെ പലർക്കും അവർക്ക് അർഹിക്കുന്ന വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ വിജയങ്ങൾ അവരെ തേടിയെത്തിയില്ല എന്നുള്ളതാണ്. അതിനുശേഷമുള്ള ജീവിത യാത്രകളിൽ അവർക്ക് എവിടെയൊക്കെയോ പല പ്രതിസന്ധികൾ തരണം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ വളരെയധികം ആവറേജ് ആയിട്ടോ ചിലപ്പോൾ അണ്ടർ പെർഫോമിംഗ് ആയിട്ടോ ചെയ്ത പല വിദ്യാർത്ഥികളോ സുഹൃത്തുക്കളോ പിന്നീട് വളരെയധികം സോഷ്യൽ ലൈഫിൽ വിജയങ്ങൾ കൈവരിച്ചതായിട്ട് നമുക്ക് കാണാം. അവര് വലിയ ബിസിനസ് കച്ചവടക്കാരായി മാറിയതോ, ചിലപ്പോൾ പൊളിറ്റീഷ്യൻസോ, അല്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെ അറിയപ്പെടുന്ന വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ജീവിതത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കണ്ടറിയാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഈ അന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന എല്ലാ വിഷയങ്ങളിലും, അല്ലെങ്കിൽ അവർ അക്കാഡമിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അവർക്ക് ആ വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാഞ്ഞത്? ഒരു പക്ഷേ നമ്മളുടെ സിലബസിൻ്റെയോ പാഠപദ്ധതിയുടെയോ ഒക്കെയോ പോരായ്മകളായിരിക്കാം. എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? നിങ്ങൾക്ക് ഇതുപോലെ തോന്നിയിട്ടുണ്ടോ? അതോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? എൻ്റെ കാര്യം നോക്കുമ്പോൾ തന്നെ ഞാൻ വളരെയധികം ആവറേജ് ആയിട്ട് പഠിച്ച ഒരു സ്റ്റുഡൻ്റാണ്. ആവറേജ് എന്ന് പറയാൻ പറ്റൂല, വളരെയധികം എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിലൊക്കെ വളരെയധികം അണ്ടർ പെർഫോം ചെയ്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ഒരുപാട് ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ നമ്മൾ ചെയ്യുകയും നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിച്ചു. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി തോന്നുന്നത്? ദയവ് ചെയ്ത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. താങ്ക് യു.